സർ, ഈ പള്ളിയില് ഭയം നടക്കാറുണ്ടോ? നടക്കുമല്ലോ. ഇവിടെ അടുത്ത് വല്ല റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? ഇവിടെ അടുത്തില്ല. നോർത്തിലോ സൗത്തിലോ പോയി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ പറയാം സാർ, മഹയുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അന്ന് നിങ്ങൾ അക്യൂസ്റ്റിനെ പിടിക്കാനായി പോയിരുന്നു. ഞാൻ എന്റെ വീട്ടിലേക്കും പോയി. പോകുന്ന വഴിയിൽ ആരുമില്ലാത്ത ഒരു ലോൺലി പ്ലേസിൽ വെച്ച് എന്റെ മകളുടെ കാറ് നിൽക്കുന്നത് ഞാൻ കണ്ടു. മൂടിയിരുന്ന ഡിക്കുള്ളിൽ നിന്നും ഒരു കുട്ടിയുടെ ശബ്ദവും ഞാൻ കേട്ടു. ഞാനത് തുറന്നു നോക്കി. അത് തട്ടിക്കൊണ്ടുപോയ മഹയുടെ കുട്ടിയായിരുന്നു. ദേഹം മുഴുവൻ ചോരയും ജീവന് വേണ്ടി പോരാടുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെരട്ടി കാശ് വെച്ചത് എന്റെ മകനാണെന്ന്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സാർ. ആ കുട്ടി അന്ത്യശ്വാസം വലിക്കായിരുന്നു. അവളെ രക്ഷിക്കാനായി ഞാൻ എന്റെ കാറിൽ അവളെ കൊണ്ടുപോകുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ എന്നെ കണ്ടത്. അലക്സ്, സാർ, ഇവിടെ എന്താ ചെയ്യുന്നത്? വരുന്ന വഴിക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി സാർ. ശരി, വണ്ടി കയറ്. അല്ല സാറേ, ഞാൻ ആളെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരും, വന്നോണ്ട് റെഡിയാക്കി ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ മഹയുടെ മോളെ രക്ഷിക്കാനും കിഡ്നാപ്പറെ പിടിക്കാനുമുള്ള തിരക്കിൽ പുറപ്പെട്ടു. പക്ഷെ ഞാൻ മഹയുടെ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. ഉടൻ തന്നെ മഹയെ വിളിച്ച് പണം കാറിൽ വെച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ച് ഉടൻ തന്നെ GK ബിൽഡിംഗിലേക്ക് വരാൻ പറഞ്ഞു. മഹാ ബിൽഡിംഗിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ തിരക്കിട്ട് 8ാമത്തെ നിലയിലേക്ക് ചെന്ന് ഒരു മൂലയിൽ കുട്ടിയെ കിടത്തിയിട്ട് ഞാൻ താഴെ വന്ന് ആരും കാണാതെ ഒളിച്ചിരുന്നു. കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് എന്റെ മകനാണ് കാരണമെന്ന് ആരും അറിയരുതെന്ന് ഞാൻ വിചാരിച്ചു സർ. അമ്മയില്ലാത്ത കുട്ടിയാണ് അവൻ. ചെറുപ്പം തൊട്ടേ ഒരുപാട് വാത്സല്യം നൽകി വളർത്തി. അവൻ മെല്ലെ മെല്ലെ ഡ്രഗ് അഡിക്റ്റ് ആയ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സർ. അവൻ എങ്ങനെയെങ്കിലും നന്നാക്കാൻ പറ്റുമെന്ന വിശ്വാസത്തോട് എന്റെ വീട്ടിന് പുറകിൽ ഒരു കമ്പ്യൂട്ടർ സെന്റർ വെച്ചു കൊടുത്തു. പക്ഷെ അവൻ മാറിയില്ല സർ. അലക്സ്, ഇപ്പൊ നിങ്ങളുടെ മോൻ എവിടെയുള്ളത്?